മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. അർജുൻ രാജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, എങ്ങനെയാണ് ഈ മാറ്റം? ഹർഷൻ, കാലവർഷം വീണ്ടും സജീവമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുത്തിരിയുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴി നിലവിലുണ്ട്. അറബിക്കടലിൽ കാലവർഷക്കാറ്റും ശക്തമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മഴ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 4 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ ഇന്ന് ഏതെങ്കിലും ഇടത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിരുന്നില്ല. പക്ഷേ 1 മണിക്ക് വന്ന മഴ അലർട്ടിലാണ് ഇപ്പോൾ 4 ഇടത്ത് ഓറഞ്ച് അലർട്ട് ഉള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത പറയുന്നത്. 8 ഇടത്ത് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്തും കൊല്ലത്തും മാത്രമാണ് മഴ മുന്നറിയിപ്പ് നൽകാത്തത്. മറ്റ് എല്ലാ ജില്ലകളിലും ഇന്ന് മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. നാളെയും തെക്കൻ ജില്ലകളിൽ മഴ മാറി നിൽക്കുമെങ്കിലും വടക്കോട്ടും മധ്യ ജില്ലകളിലും വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. വെള്ളിയാഴ്ച തൊട്ട് ഈ മഴ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയാണ് പറയുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ടത് കാസർഗോഡും കണ്ണൂരുമാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും അതിതീവ്രമായിട്ടുള്ള മഴ കാസർഗോഡും കണ്ണൂരും ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായിട്ടുള്ള ശക്തമായിട്ടുള്ള മഴയുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വടക്കൻ ജില്ലകളിലായിരിക്കും മഴ ഏറ്റവും കൂടുതൽ കനക്കാനുള്ളൊരു സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഞായറാഴ്ച മധ്യ വടക്കൻ ജില്ലകളിലെല്ലാം ഓറഞ്ച് അലർട്ടാണ്. അതായത് അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. 16-ാം തീയതിയാണ് അതിതീവ്രമായിട്ടുള്ള മഴ വടക്കൻ ജില്ലകളിലൊക്കെ അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതായത് വെള്ളിയാഴ്ച തൊട്ട് സംസ്ഥാനത്തെമ്പാടും വ്യാപകമായിട്ടുള്ള മഴയുണ്ടാകും. അതിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ മഴ കനക്കുക എന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അർജുനാണ് വിവരങ്ങൾ നൽകിയത്.